എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുക്കൽ ചെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നമ്മൾ വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു മോശമല്ലേ? ഇപ്പം 5 വർഷം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അവകാശമാണ് വോട്ട്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞ് എല്ലാ പാർട്ടിക്കാരും അവരവരുടെ വാഗ്ദാനങ്ങൾ കുറേ വന്ന് പറയുന്നുണ്ട്, ഇത് ക്ലിയറായിട്ട് ഒന്നും നടക്കുന്നതാണോ അല്ലയോ ഒന്നും പുള്ളി അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനപ്പോൾ പുള്ളിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഞാനിപ്പം വീഡിയോ ചെയ്യാനും കാര്യം. അപ്പം അവർ ഓരോ പാർട്ടി, ഏത് പാർട്ടിയാണെങ്കിലും അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മളോട് പറയും, ആശംസകൾ നേരും. അപ്പം നമുക്ക് അവരെ അതുപോലെ തന്നെ ഇവരെ 5 വർഷം ഇവരെന്ത് ചെയ്തിരുന്നു, ഇപ്പോൾ പ്രതിപക്ഷമാണെങ്കിലും ഭരിക്കുന്ന പാർട്ടിയാണേലും മറ്റു പാർട്ടിയാണേലും അവർ എന്ത് ചെയ്തിരുന്നു, നമ്മുടെ പ്രദേശത്തുള്ള സ്ഥാനാർത്ഥി നല്ല ജനസേവകനാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പെട്ടെന്ന് പറ്റും. കാരണം ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയെല്ലാം ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം നമ്മൾ തിരിച്ചും ഇവരെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് കൃത്യമായി വോട്ട് ചെയ്യുക. കാരണം ഇങ്ങനെ വോട്ട് ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. അപ്പം കൃത്യമായി വോട്ട് ചെയ്ത് ആ ഓരോ വോട്ടും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ കൃത്യമായി നല്ല നമുക്ക് പ്രയോജനമുള്ളതും നമ്മുടെ നാടിന് പ്രയോജനമുള്ളതായ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക. ഒന്നും കൂടെ പറയുകയാണ്, വോട്ട് അത് പാഴാക്കാതെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ വോട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.